ന്യൂസ് കണ്ണൂർ. വീണ്ടും വയനാട്ടിലേക്ക് പോകാം. മാനന്തവാടിയിൽ പ്രതിഷേധം കനക്കുകയാണ്. നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തിയില്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത്. അവിടെ നിന്നും CV ഷിബു ചേരുന്നു. ഷിബു, ഇപ്പോൾ എന്താണ് ആ പ്രദേശത്തെ അവസ്ഥ? ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തിയോ? മന്ത്രി പറഞ്ഞതനുസരിച്ച് ഒരാളും ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെല്ലാം മാനന്തവാടി നഗരം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. നഗരത്തിന് എല്ലാ ഭാഗത്തും പോക്കറ്റ് റോഡുകൾ പോലും ഇപ്പോൾ നാട്ടുകാർ ഉപരോധിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ, വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ ഒന്നാകെ പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കലക്ടർ ഇവിടെ സ്ഥലത്തെത്താതെ പിരിഞ്ഞു പോകില്ലെന്നും മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ സമ്മതിക്കില്ലെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന്റെ പങ്കാളിയായിട്ടുള്ള പ്രദേശവാസിയായ ജിതിൻ നമ്മളോടൊപ്പമുണ്ട്. ജിതിൻ, എന്താണ് ഇപ്പോൾ നിങ്ങൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം? അതിനോട് അധികൃതരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ കാട്ടാന നിരന്തരമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി വനംവകുപ്പിന് ഉൾപ്പെടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ ഇറങ്ങി. അത് എന്തോ ഒരു ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ഒരു വിപത്ത് മാനന്തവാടിയിൽ ഉണ്ടായില്ല. പക്ഷെ ഇന്ന് ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷം മിനിറ്റുകൾക്ക് ഉൾപ്പെടെ തന്നെ ആക്രമണം ആരംഭിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി അജി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സ്വന്തം വീട്ടുവളപ്പിലാണ് ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ വലിയ പ്രതിഷേധം നാടിനകത്തുണ്ട്. ഇത് മാത്രമല്ല, ഇന്നലെ തിരുനെല്ലിയിൽ വെങ്കിടദാസ് എന്ന് പറയുന്ന വ്യക്തിയെ കടുവ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. ഏറെ ക്രിട്ടിക്കലോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഓരോ ദിവസവും ആക്രമണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാടൻ ജനതയുള്ളത്. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം മാനന്തവാടിയിൽ ഉയർന്നു വരികയാണ്. കൃത്യമായ ഇടപെടൽ അധികാരികൾ എന്നുള്ള രൂപത്തിലേക്ക് നടത്തേണ്ടതുണ്ട്. ജിതിൻ, നേരത്തെ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ച മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത് ജില്ലാ കളക്ടറോടും DFIയോടും ഒക്കെ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അവർ ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നാണ്. അങ്ങനെ അധികൃതർ സ്ഥലത്തെത്തിയാൽ നിങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുമോ? സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ മാനന്തവാടിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കളക്ടർ ഉടൻ തന്നെ എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായ രൂപത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടത്താതെ ഒരു വ്യക്തമായ രൂപത്തിലേക്കുള്ള ഒരു മറുപടികൾ ലഭിക്കാത്തൊരു സാഹചര്യം പലപ്പോഴും നമുക്ക് വരുന്നുണ്ട് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട്. ആ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. നേരെ മറിച്ച് മുഴുവൻ ആളുകളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലാണ് വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നാടിനകത്ത് അത്തരത്തിലുള്ള ഇടപെടൽ വരുന്ന സമയത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേയുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു 450 കോടി രൂപയുടെ പാക്കേജാണ്. പക്ഷേ ആ പാക്കേജ് കേന്ദ്രം ഇപ്പോൾ അതിന് ഒരു തടയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധം അത് കേന്ദ്രത്തിന്റെ കണ്ണ് തുറപ്പിക്കുമെന്ന് കരുതാമോ? തീർച്ചയായും കഴിഞ്ഞ തവണ മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിന് അത്തരത്തിലുള്ള ഒരു നിവേദനം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് വളരെ വിപുലമായി എഴുതി തയ്യാറാക്കി കൊടുത്തത്. പക്ഷെ അത് പൂർണ്ണമായും കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേന്ദ്രത്തിന്റെ നിഷേധപരമായിട്ടുള്ള നിലപാടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അത് പൂർണ്ണമായും തള്ളിക്കളയുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഈ സംസ്ഥാന ബഡ്ജറ്റിൽ ചെറിയൊരു തുക നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രം മതിയാവില്ല എന്നുള്ളതാണ്. ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും. അവരാരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള പ്രതിഷേധവും കേന്ദ്രം കണ്ടതായി നടിക്കുന്നില്ല. മറ്റ് പല സ്ഥലങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വയനാട് പോലുള്ള സ്ഥലത്ത് ഏറ്റവും വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരിടപെടൽ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇനി കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രൂപത്തിലേക്കുള്ള പ്രതിഷേധമായി ഞങ്ങൾ കാണുന്നത്. ശരി ജിതിൻ, വയനാട്ടിൽ സ്ഥിതി ഗുരുതരമാവുകയാണ്. മാനന്തവാടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുന്നു. ജില്ലാ കളക്ടർ ഉടൻ സ്ഥലത്തെത്തുമെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എങ്കിലും നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ശാശ്വതമായൊരു പരിഹാരം വന്യജീവി ആക്രമണത്തിൽ നിന്നും വേണം എന്നൊരാവശ്യം, ന്യായമായ ആവശ്യമാണ് അവിടെ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പല രീതിയിലുള്ള കൂടിയാലോചനകളും ഉന്നതതല യോഗങ്ങളും നടക്കുന്നതല്ലാതെ നിരന്തരമെന്നോണം വന്യജീവികൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രതിഷേധം ഉയർന്നു വരും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ മാനന്തവാടിയിൽ കാണുന്നത്. ഷിബു ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഷിബു, നേരത്തെ ജിതിൻ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി. നാട്ടുകാർ വലിയ രോഷത്തിലും പ്രതിഷേധത്തിലുമാണ് ഉള്ളത്. ഇനിയിപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നും എന്തൊക്കെ നടപടികളാണ് അവിടെ ഉണ്ടാവുക? ഈ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ?
മയക്കുവെടി വെക്കാൻ പെട്ടെന്ന് ഈ പറയുന്നത് പോലെ നടക്കുന്ന ഒരു കാര്യമല്ലെന്നാണ് തണ്ണീർക്കൊമ്പന്റെ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതായത് കർണാടക വകുപ്പിന്റെ ആനയായതുകൊണ്ട് തന്നെ, അവരുടെ ലിസ്റ്റിൽപ്പെട്ട ആനയായതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ച നടത്തിയ ശേഷം ഒരു ധാരണയിലെത്തിയ ശേഷമായിരിക്കും മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ. കഴിഞ്ഞ ദിവസവും രാവിലെ സംഘർഷം ആരംഭിച്ചെങ്കിലും 3 മണിക്ക് ശേഷമാണ് ഉത്തരവ് വന്നത്. ഇന്നും അതുപോലെ ഒരു വൈകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലും, അന്ന് ആൾനാശം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ഒരു മനുഷ്യ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടുള്ള കനത്ത പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കലക്ടർ അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സബ് കലക്ടർ സ്ഥലത്തെത്തിയെങ്കിലും ഭാഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് പുതിയതായി ചാർജ് എടുത്ത സബ് കലക്ടർ ആയതുകൊണ്ട് ഈ ആളുകൾക്കുമായി സംസാരിക്കാനൊക്കെ ഭാഷാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കലക്ടർ അല്പസമയം തന്നെ വരും എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP പ്രാദേശിക നേതാവ് ശ്രീ കണ്ണൻ കണിയാരം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരി, ഷിബുവിലേക്ക് തിരിച്ചെത്താം. ശ്രീ കണ്ണൻ, വലിയ പ്രതിഷേധമാണ് അവിടെ ഉള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. മാനന്തവാടിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എല്ലാ ഇടറോഡുകളിലടക്കം നാട്ടുകാരുടെ പ്രതിഷേധം പ്രകടമാണ്. ഉടൻ തന്നെ അധികൃതർ സ്ഥലത്തെത്തുമെന്ന് അറിയാൻ കഴിഞ്ഞു. കളക്ടർ ഉടൻ സ്ഥലത്തെത്തുന്നുണ്ട്. നാട്ടുകാർ ഉന്നയിക്കുന്ന ഈ ആവശ്യത്തിൽ അതിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാമോ? അനുകൂലമായ തീരുമാനമാണ് വേണ്ടത്. കാരണം ഇത്രയും നേരമായിട്ട് ഇവിടെ നമ്മുടെ ഫോറസ്റ്റിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇവിടെ എത്താൻ വേണ്ടി, ഈ സ്ഥലത്ത് നമ്മുടെ ആശുപത്രിയിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ സംഭവം ഉണ്ടായ സ്ഥലത്തും വേണ്ടപ്പെട്ട ഒരു ഇടപെടൽ സജീവമായിട്ട് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ ജനങ്ങൾ വളരെയധികം രോഷാകുലരാണ്. എല്ലാ തരത്തിലുള്ള ഇപ്പൊ റോഡ് കളഞ്ഞുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടി ടൗണിന്റെ പല ഭാഗങ്ങളിലും എല്ലാ ജംഗ്ഷനുകളും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള 100% വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഇതിനെ കണക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആന, ആ ആന ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് വന്യജീവി സങ്കേതത്തിൽ എത്തിയിട്ടുള്ളത് വനംവകുപ്പിന് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കാൻ വേണ്ട സംവിധാനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരുടെ അനാസ്ഥയാണ് ഈ ഒരു ദാരുണമായ സംഭവത്തിന് കാരണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രക്ഷോഭം, ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നാട്ടുകാർ ഒന്നടങ്കം, അത് രാഷ്ട്രീയമോ അങ്ങനത്തെയുള്ള ഒരു വേർതിരിവില്ലാതെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശക്തമായ പ്രക്ഷോഭം, ഇനി ഇത് പ്രക്ഷോഭം കടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യാഥാർത്ഥ്യം. ശ്രീ കണ്ണൻ, ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള യോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് നടപടികളോ ഒന്നുമല്ല വേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 450 കോടി രൂപയുടെ ഒരു പാക്കേജാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നും വയനാടിനെ രക്ഷിക്കുന്നതിന്. പക്ഷേ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു അനുകൂല നടപടികൾ കൈക്കൊള്ളുന്നില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വയനാട്ടുകാർ ഒരുമിച്ച് നിന്ന് ഈ പാക്കേജ് നേടിയെടുക്കേണ്ടതല്ലേ? ഈ പാക്കേജ് എല്ലാ ആളുകളും ഒരുമിച്ച് നേടിയെടുക്കേണ്ടതാണെന്ന് മാത്രമല്ല, ഇത് ഈ 450 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന, അതേപോലെ തന്നെ അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഉള്ള ഒരു പാക്കേജാണ്. തീർച്ചയായിട്ടും ഈ ആനകളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടത് അതായത് ഭരണകൂടമാണ്. അതിനൊരു ഗവൺമെന്റിനെ മാത്രം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല. പക്ഷേ ഇത് സംയുക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലൂടെ ഈ ആനുകൂല്യം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ആ സംവിധാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട്. ശരി കണ്ണൻ, അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. മാനന്തവാടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ്. ഉടൻ തന്നെ കളക്ടർ സ്ഥലത്തെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വയനാട്ടിൽ നിന്നും CV ഷിബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഷിബുവിലേക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾക്കായി പിന്നീട് തിരിച്ചെത്താം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. സിനിമകളിലൂടെ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടാകണമെന്ന് സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും മറ്റ് നൂലാമാലകളുടെയും ഇടയിലാണ് ഇന്ന് സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം